നമസ്കാരം. തിരുമേനി രാവിലെ എണീറ്റപ്പോൾ കറയത്ത് ഒരു ചെറിയ പാമ്പിനെ കണ്ടു. അടുക്കളയുടെ മൂലയിൽ ചെറിയൊരു പാമ്പിനെ കണ്ടു. അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അപ്പൊ ഞങ്ങൾ എന്താ വഴിപാട് കഴിക്കേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ശരിക്ക് പാമ്പുകളെല്ലാം സർപ്പങ്ങളല്ല. ഈ കാണുന്ന വലിയൊരു ചേര വന്ന അതൊരിക്കലും സർപ്പത്തിന്റെ ദൃഷ്ടിപ്പെടില്ല. വീട്ടിലൂടെ ഒരു വലിയ മൂർഖൻ പാമ്പ് കടന്നുപോയി, അതൊരിക്കലും സർപ്പങ്ങളല്ല. സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാരത്തിൽ വളരെ ചെറുതാണ്, ചെറിയ രൂപമാണ്, നീളം കുറഞ്ഞതായിരിക്കും, അതിന് നിറവ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് സർപ്പങ്ങൾ. ഈ നമ്മള് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ തിരുമേനി ഞങ്ങളുടെ കുടുംബത്ത് സർപ്പയില്ല, ഞങ്ങളുടെ പരമ്പരയിലും സർപ്പയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സർപ്പത്തിന്റെ ബന്ധമില്ലാത്ത കേരളത്തിൽ തന്നെ ഒരു ഭൂമിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ പോലെ 5 സെന്റോ 10 സെന്റോ 15 സെന്റോ അര ഏക്കറോ ഒരേ ഏക്കറോ അല്ല ശരിക്കും പറഞ്ഞ ഒരു ഭൂപ്രദേശം. ഒരു കുടുംബത്തിന്റെ തറവാടിന്റെ വസ്തു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് 25, 30, 40 ഏക്കറുള്ള വസ്തുക്കളുണ്ട്. ആ 40 ഏക്കറിന്റെ അങ്ങേയറ്റത്തെ മൂലയിൽ ഒരു സർപ്പം ഇരുന്നാൽ ആ സർപ്പത്തിന്റെ ദൃഷ്ടി 40 ഏക്കറിലും വരുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇങ്ങേറ്റത്ത് കിടക്കുന്ന ഒരു പീസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ സർപ്പമൊക്കെ അവിടെ കാലാന്തരത്തിൽ ഒന്നല്ല നശിച്ചു പോവുകയോ അല്ലെ കാലാന്തരത്തിൽ അതിനെ ആവാഹിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ വരുന്നതിന് തലമുറകൾക്ക് മുമ്പ് തന്നെ ആ സർപ്പം അവിടുന്ന് മയച്ചു കളഞ്ഞിരിക്കാം. എന്നിട്ട് നമ്മൾ സർപ്പം ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം സർപ്പബന്ധം ഇല്ലാത്ത വസ്തുക്കൾ വളരെ കുറവാണ്. അപ്പൊ അതിന്റെ ദൃഷ്ടിയിലാണ് ചിലപ്പം കുടുംബത്ത് പലയിടത്തും പുറ്റുകൾ വരാം. അതുപോലെ തന്നെ എന്താ പറയണേ, സർപ്പത്തിന്റെ പാലകൾ വളരാം, അങ്ങനെയൊക്കെ വരാൻ പല സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു പാമ്പിനെ നീർക്കോലി വന്നു മുറ്റത്ത്, മഴക്കാലമാണ്, തല്ലിക്കൊന്നു. അപ്പോഴത്തേക്കും ഒരാളോട് ചോദിച്ചു, അയ്യോ സർപ്പശാപായി, വേഗം പാൽപ്പായസോമം നടത്തിക്കോളൂ, അല്ലെങ്കിൽ സർപ്പബലി നടത്തിക്കോളൂ. അത് സർപ്പമല്ല, നീർക്കോലി ഒന്നും ഒരു സർപ്പമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നിയമപരമായിട്ട് പാമ്പിനെ കൊല്ലണമൊക്കെ ചിലപ്പോൾ വനംവകുപ്പ് ചിലപ്പോൾ കേസെടുത്തേക്കാം. അല്ലാതെ ഇതൊന്നും സർപ്പവിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. കുടുംബത്തിനകത്ത് ഇപ്പം നിമൂർക്കം കയറിയിട്ട് ഇപ്പൊ സർപ്പദോഷം വരും കൊന്നാന്നും പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ജീവനാപത്താണ്. അതൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. സർപ്പത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ചെറിയ സ്വരൂപം, ഇത്രയൊക്കെ നീളമേ വരുള്ളൂ, വണ്ണം വളരെ കുറവായിരിക്കും, അല്പം സ്വർണ്ണ നിറം മഞ്ഞ നിറം ഒക്കെ ആയിരിക്കും, അങ്ങനെയുള്ളതൊക്കെ അസർ. അപ്പൊ അപൂർവമായി അതൊക്കെ കുടുംബത്ത് വരാറുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെടുത്ത് മാറ്റി അത് കടിക്കൊന്നുമില്ല, ഒരു ചെറിയ പാളയിലെടുത്ത് നമ്മുടെ പറമ്പിന്റെ അതിർത്തിലേക്ക് കൊണ്ട് കളയാവുന്നതാണ്, ഒന്നും ചെയ്യില്ല. അടുത്തുള്ള ക്ഷേത്രത്തില് ഒരു പാൽപ്പായസം നിവേദിക്കുക, സർപ്പത്തിനൊരു പാൽപ്പായസം നിവേദിക്കുക. അല്ലെങ്കിൽ തന്നെ സർപ്പത്തിന് മാസത്തിലൊരിക്കല് നമ്മളെല്ലാവരും ആയില്യപൂജ നടത്തണു, അതൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെ നമുക്കൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി സർപ്പത്തിനുണ്ട്. ഒരു കൂട്ടം ജനങ്ങൾ എല്ലാവരും കൂടെ കൂടി നിന്ന് കഴിക്കണം. നമ്മുടെ സ്വന്തമായിട്ടൊരു പാൽപ്പായസം. തിരുമേനി ഒരു സർപ്പത്തിനൊരു പാൽപ്പായസം നേദിക്കണം, അതിഗംഭീര. തിരുമേനി ഒരു കദളിപ്പഴമുണ്ട്, ഇതൊന്ന് സർപ്പത്തിന് നേദിക്കണം, അതിഗംഭീര. സർപ്പദോഷം മാറി ഏറ്റവും ചെറിയ വഴിപാടുകളും ഏറ്റവും അതിശക്തമായ വഴിപാടുകളാണ്. തിരുമേനി ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി ഉണ്ട്, ഒന്ന് അഭിഷേകം ചെയ്ത് തന്നെ മതി. മാസത്തിലൊന്ന് ചെയ്തു വെക്കോളൂ, യാതൊരു സംശയവും വേണ്ട. കാരണം അത് നിങ്ങൾക്ക് സർപ്പദോഷത്തിന്റെ മാറുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും കേമായി നിൽക്കുന്ന ഐശ്വര്യം ഇല്ല. മാറാവ്യാധികളിൽ നിന്ന് രക്ഷിക്കാൻ ഇത്രയും വലിയ കാര്യമില്ല. പ്രത്യക്ഷ ദൈവ സർപ്പം. കുടുംബത്തെ സ്വൈര്യവും സമാധാനമൊക്കെ ഇത്രയും വലിയ നല്ല വഴിപാടില്ല. ഏതാ പറയണേ, സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും. എല്ലാം പ്രസാദിച്ചു, സർവൈശ്വര്യത്തിനും. കുട്ടികളുണ്ടാവാൻ, കുട്ടികൾ നന്നാവാൻ, കുട്ടികൾ മിടുക്കരാവാൻ, കുട്ടികൾക്ക് വിദ്യ ഉണ്ടാവാൻ, കുടുംബം നന്നാവാൻ, കണ്ണ് നന്നാവാൻ, ശിരോരോഗം പോവാൻ, നിരവധി കാര്യങ്ങൾക്കാണ്. മാസത്തില് ഇപ്പൊ നമ്മൾ കൃഷ്ണന്റെ ഒക്കെ അമ്പലം ആ പാൽപ്പായസം നേദിക്കുമ്പോ ആ അമ്പലത്തിൽ വന്ന് ആ പാൽപ്പായസം നേദിക്കുമ്പോ ആ സർപ്പത്തിന് മുമ്പിൽ തൊഴുതു, ആ നേദിക്കണ കണ്ട് തൊഴുതു, അത് മേടിച്ചോണ്ട് നമ്മളങ്ങ് പോവുക. സർപ്പത്തിന് കദളിപ്പഴം കൊടുത്തു, തിരുമേനി ഒന്ന് നേദിക്കാൻ പറയാ, നേദിക്കുമ്പോ കൂടെ പോയി നിൽക്കുക, നേദിച്ച് അവിടുന്ന് തന്നെ മേടിക്കുക. ഇതിങ്ങനെ രസീത് എഴുതിയിട്ട് നമ്മൾ വിട്ടുപോവുകയല്ല വേണ്ട. അല്ലെങ്കിൽ നാഗേക്ഷമ്മയ്ക്ക് പൂവൻപഴം നേദിക്കുക, സർവ്വ ആഗ്രഹപൂർത്തികരണം നല്ലതാണ്, വിവാഹ തടസ്സങ്ങൾക്ക് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ വഴിപാടുകൾ നമ്മൾ ചെയ്തു, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സർപ്പം ആണെന്നും പറഞ്ഞ് പാമ്പുകൾ വരുന്നത് മുഴുവൻ സർപ്പദോഷമാണ് എന്ന് പറഞ്ഞിരിക്കേണ്ടതല്ല. സർപ്പദോഷം ഉണ്ട്, സർപ്പം വരുന്ന വീടുകളുണ്ട്, അപൂർവത്തിൽ അപൂർവമാണ്. പക്ഷെ എല്ലാ മാസവും എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. നമ്മളിപ്പോ മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോണതോ
ശിവന്റെ അമ്പലത്തിൽ പോകുന്ന പ്രതിഷ്ഠ ഉണ്ടായിട്ടല്ലല്ലോ. സർപ്പ ഈശ്വരന്മാരാണ്, ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രാർത്ഥിക്കേണ്ട സർപ്പ ദൈവങ്ങളെ തന്നെയാണ്. മനസ്സിലാവുന്നത്. അപ്പൊ അതേ സങ്കല്പത്തിൽ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന അനിർവചനീയമായ അനുഗ്രഹം, അത് ഈ ദോഷം മാറാനാണെന്നൊരു സങ്കല്പം വേണ്ട, ഗുണം വരാനാണെന്ന് സങ്കല്പിച്ചോളൂ. ആ പ്രത്യക്ഷമായി നിൽക്കുന്ന ഭൂമിയുടെ രാജാക്കന്മാരായി നിൽക്കുന്ന ഭഗവാന്മാരായി നിൽക്കുന്ന സർപ്പദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്കും എന്റെ പരമ്പരയ്ക്കും എന്റെ കുടുംബത്തും എന്റെ കുട്ടികൾക്കും നന്മയുണ്ടാവാൻ, ഐശ്വര്യം ഉണ്ടാവാൻ ഞാൻ അദ്ദേഹത്തെ പൂജ കഴിക്കുന്ന ഒരു സങ്കല്പം വിചാരിച്ചാൽ മതി. അപ്പൊ അത് ചെയ്തു പോകുന്നത് മിക്കവാറും അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അതുപോലെ വർഷത്തിലൊരിക്കൽ കേമായി നിൽക്കുന്ന സർപ്പക്ഷേത്രങ്ങൾ, കേരളത്തിൽ ഇപ്പൊ സർപ്പക്ഷേത്രങ്ങൾ അത്യാവശ്യം ഉണ്ടല്ലോ. കാരണം മണ്ണാറശാല ആയാലും വെട്ടിക്കോടായാലും ആമയുടെ ആയാലും പാമ്പുമേക്കയുടെ ആയാലും അങ്ങനെ പറയുന്ന അമ്പലങ്ങൾ, അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. ആയില്യ ദിവസങ്ങളിലൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായി. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സർപ്പാരാധന പ്രത്യക്ഷാരാധനയാണ്. സർപ്പ ആരാധന കൊണ്ട് സർവ്വ ഐശ്വര്യവും ലഭിക്കുന്നതാണ്. പാമ്പിനെ കാണുന്ന മുഴുവൻ സർപ്പാണ് ധരിക്കണ്ട. സർപ്പം വരുന്നത് പോലും നല്ല. ഇനി അതും കൂടെ പറയാനോ. ഇപ്പൊ സർപ്പം വന്നു എന്ന് വെച്ചാൽ ഇത് ദോഷാണെന്ന് ആരാ പറഞ്ഞേ? അദ്ദേഹത്തിന് നിങ്ങളെ കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണെങ്കിലോ വന്നേ. അപ്പൊ അതുകൊണ്ട് സർപ്പദോഷം എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. മനസ്സിലാവും. ഒരു അനുഗ്രഹകലയായി നിർത്തുക. കാരണം എന്തെങ്കിലും ശുദ്ധമോ വൃത്തിയില്ലാതെ ഒരു ഭഗവാൻ വരുമോ? അങ്ങനെ നിരീക്കൂ. ഇത് കാണുന്ന വഴി അയ്യോ ഇത് മഹാഭാവമായി പെട്ടു, ഇപ്പൊ കുടുംബത്തിൽ മരണം നടക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെവി കൊടുക്കണ്ട. അവിടെ ഒരു വൃത്തിയും ശുദ്ധമൊക്കെ ഉണ്ടായിട്ടാണല്ലോ അദ്ദേഹം വരണേ. മനസ്സിലാവുന്നുണ്ടോ? അപൂർവമായി നമ്മൾ അശുദ്ധാദികൾ ക്ഷേത്രത്തില് സർപ്പവൃക്ഷം വെട്ടുക, സർപ്പത്തെ ഉപദ്രവിക്കുക, സർപ്പത്തെ കല്ലെറിയുക, ബിംബത്തിന് കേടുപാട് വരുത്തുക, അശുദ്ധം വരുത്തുക ഇത്യാദി ചെയ്താൽ അത് രോഗമായിട്ടാണ് നമ്മളെ പിന്തുടരുകയുള്ളൂ. പ്രത്യക്ഷമായിട്ട് കടിക്കാൻ വരികയില്ല. രോഗമായിട്ട് ത്വക്ക് രോഗങ്ങളാവാം, പലവിധ അസുഖങ്ങളായിട്ട് വരാം. അതും സംശയമില്ല വന്നിരിക്കും സർപ്പത്തെ ഉപദ്രവിച്ചാൽ, ഏത് രീതി ഉപദ്രവിച്ചാൽ. അപ്പൊ അതുകൊണ്ട് എന്നാ ഇവൻ ഇന്നലെ ശുദ്ധമല്ലാതെ കയറി, രാവിലെ ഒന്നൊരു കടി കൊടുത്തേക്കാം എന്ന് വെച്ചാൽ രാവിലെ വരില്ല. അങ്ങനെയൊന്നും വരില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ്. അത് രോഗമായി നമുക്ക് പുറകെ വന്നോളൂ, നമുക്ക് സമൻസ് വാറണ്ടും ഒക്കെ പിറകെ വന്നോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാധനകൾ എപ്പോഴും ആചരണങ്ങളും വളരെ പ്രത്യക്ഷമായി നിൽക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് ഇത്യാദി വഴിപാടുകൾ മാസത്തിൽ ചെയ്തു പോകുന്നത് നല്ലതാണ്. ഭയപ്പെടാനൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ തൊഴുത് പ്രാർത്ഥിച്ചോളൂ, മറ്റൊന്നും ചെയ്യണ്ട. എല്ലാ സർപ്പം ഉള്ളയിടത്തും മാത്രമല്ല, ഇല്ലാത്തയിടത്തും അത് പ്രതിഷ്ഠയായിട്ട് വേണം നിർബന്ധമില്ല. പ്രതിഷ്ഠയുള്ളയിടത്ത് മാത്രമല്ല വരണേ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അതിന് ഒരു ഭയപ്പാടൊന്നും വേണ്ട. ആരാധന നല്ലതാണ്. സ്മരണ എന്നും അതുപോലെ തന്നെ എന്റെ സർപ്പദൈവങ്ങളെ, എന്നെ എന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചോളൂ, വിളക്കൊളുത്തുമ്പോൾ അതുപോലും കേമത്താണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ശക്തമായി നിൽക്കുന്ന മൂർത്തി തന്നെയാണ്. അതുകൊണ്ട് സർപ്പാരാധന നല്ലതാണ്, സർപ്പത്തിന്റെ പ്രാർത്ഥനയും നല്ലതാണ്. നമസ്കാരം.